സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ടൈപ്പാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. സാധാരണയായി മറ്റൊരു വേരിയബിളിന്റെ മറ്റേതെങ്കിലും ഡാറ്റ ടൈപ്പിലുള്ള ഒരു ജനറൽ വേരിയബിളിന്റെ അഡ്രസ്സിനെ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളാണ് പോയിന്റർ വേരിയബിൾ. ഇത് ഡിക്ലെയർ ചെയ്യുന്ന സിൻടാക്സ് ഇതേ രീതിയിലാണ്: ഡാറ്റ ടൈപ്പ് പോയിന്റർ ഓപ്പറേറ്റർ വേരിയബിൾ നെയിം അല്ലെങ്കിൽ പോയിന്റർ നെയിം. പോയിന്റർ നെയിം എന്നത് അല്ലെങ്കിൽ വേരിയബിൾ നെയിം എന്നത് സാധാരണ നമ്മൾ നൽകുന്ന വേരിയബിൾ നെയിമായിട്ട് തന്നെ നൽകാവുന്നതാണ്. ഈ പോയിന്റർ നെയിമിലേക്ക് മറ്റേതെങ്കിലും ഒരു വേരിയബിളിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനും അതിനെ പിന്നീട് ആ അഡ്രസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതായത് മെമ്മറി മാനിപ്പുലേഷന് വേണ്ടി നമ്മൾ സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് പോയിന്റർ വേരിയബിൾസ്. മെമ്മറി മാനിപ്പുലേഷനായി സി പ്രോഗ്രാമിൽ മെമ്മറി മാനിപ്പുലേഷന് മറ്റൊരു സെക്ഷൻ തന്നെയുണ്ട്. ഇതിനെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിന് ഉദാഹരണം നോക്കാം. ആദ്യമായി ഇന്റ് എന്ന ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തു, അതിനുള്ളിൽ പോയിന്റർ പി എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ യൂസറിന് ഇഷ്ടമുള്ള പോയിന്റർ വേരിയബിൾ നെയിം നൽകാവുന്നതാണ്. എന്നാൽ പോയിന്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ജനറൽ വേരിയബിളും പോയിന്റർ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനെ പോയിന്റർ ആയി ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ വേരിയബിളിന് മുൻപായി പോയിന്റർ എന്ന സിമ്പൽ ഉപയോഗിക്കണം എന്നതാണ്. ഇനി എങ്ങനെയാണ് മറ്റൊരു ജനറൽ വേരിയബിളിന്റെ അഡ്രസ്സിനെ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം, അല്ലെങ്കിൽ പോയിന്ററിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി ഇവിടെ രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ആദ്യമായി എ എന്ന ജനറൽ വേരിയബിളും അതേപോലെ തന്നെ പോയിന്റർ പി എന്ന വേരിയബിളും. എ എന്ന ജനറൽ വേരിയബിളിന്റെ അഡ്രസ്സിനെ പി എന്ന ഈ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റർ വേരിയബിൾ ഇക്വൽ ടു, അതായത് പി ഇക്വൽ ടു ആൻഡ് എ എന്ന് നൽകുന്നു. എയുടെ അഡ്രസ്സ്, അതിനാണ് ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്, അതായത് അഡ്രസ് ഓപ്പറേറ്റർ. എയുടെ അഡ്രസ് ഏതാണോ അത് പി എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തതായി പോയിന്റർ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം നോക്കാം. ഇതേ രീതിയിൽ അസൈൻ ചെയ്യുന്ന ഒരു പോയിന്റർ വേരിയബിളിലേക്ക് നമ്മൾ സാധാരണ ജനറൽ വേരിയബിൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സും മറ്റെല്ലാ എക്സ്പ്രഷനും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് പോയിന്റർ വേരിയബിളിന്റെ കൂടെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ തുടങ്ങിയ ഓപ്പറേറ്റേഴ്സും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി പോയിന്റർ ഉപയോഗിക്കുമ്പോൾ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ നൽകിയിരിക്കുന്നു, എ എന്ന വേരിയബിൾ. എ എന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ആണ് നമ്മൾക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ എയുടെ അഡ്രസ് പിയിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം എവിടെയാണോ എയുടെ അഡ്രസ് പോയിന്റർ ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ടത് അവിടെ പോയിന്റർ പി എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ മതിയാവും. സി ലാംഗ്വേജിലെ പോയിന്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. പോയിന്ററിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. മറ്റൊരു മെമ്മറിയുടെ അഡ്രസ്സിനെ ആക്സസ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോയിന്റർ എന്ന് പറയുന്നത്. പോയിന്റർ എന്നത് ഒരു വേരിയബിൾ തന്നെയാണ്. ഇതിന്റെ ഉപയോഗം മറ്റൊരു മെമ്മറിയുടെ അഡ്രസ്സിനെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറി മാനിപ്പുലേഷൻ. എങ്ങനെയാണ് ഒരു മെമ്മറിയുടെ അഡ്രസ്സിനെ ഒരു പോയിന്ററിലേക്ക് ആക്സസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഇവിടെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതായത് എൻ എന്ന വേരിയബിൾ, പോയിന്റർ പി എന്ന വേരിയബിൾ. പോയിന്റർ പി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ടു. പോയിന്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ അസ്ട്രിക് സിമ്പൽ അല്ലെങ്കിൽ എന്നെ പോയിന്റർ ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ സിയിൽ പറയുന്നത്. പോയിന്റർ ഓപ്പറേറ്ററിന്റെ കൂടെ ഒരു വേരിയബിൾ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിന്റർ വേരിയബിൾ ആയി. ഇനി എൻ എന്ന് പറയുന്ന ഈ മെമ്മറിയുടെ അഡ്രസ്സിനെ എങ്ങനെയാണ് പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ ക്ലിയർ സ്ക്രീൻ നൽകിയതിനു ശേഷം പി ഈക്വൽ ടു ആൻഡ് എൻ എന്ന് നൽകിയിരിക്കുന്നു. അതായത് എന്നിന്റെ അഡ്രസ്സിനെ അല്ലെങ്കിൽ എൻ എന്ന മെമ്മറിയുടെ വേരിയബിൾ അഡ്രസ്സിനെ പി എന്ന ഈ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് പോയിന്ററിന്റെ ഉപയോഗം. ആൻഡ് എന്നത് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. എന്നിന്റെ അഡ്രസ്സിനെ ആയിരിക്കും അപ്പോൾ പിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾക്ക് ഈ അഡ്രസ് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ അഡ്രസ്സിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ അഡ്രസ് ഓഫ് വേരിയബിൾ എൻ ഈക്വൽ ടു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. എന്നാൽ അഡ്രസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ട കൺവേർഷൻ %u ആണ്. ഇവിടെ പി എന്നതിലെ അഡ്രസ് ആണല്ലോ, ആ യുവിലേക്ക് പ്രിന്റ് ചെയ്യും. നമ്മൾക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ എൻ എന്ന വേരിയബിളിന്റെ അഡ്രസ് ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മെമ്മറി മാനിപ്പുലേഷന് വേണ്ടി നമ്മൾക്ക് പോയിന്റർ ഉപയോഗിക്കുവാൻ സാധിക്കണം. അതായത് ഒരു വേരിയബിളിന്റെ അഡ്രസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനും അതിനെ ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഒരു വേരിയബിളിന്റെ അഡ്രസ്
പോയിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിൽ ഒരു വേരിയബിളിന്റെ അഡ്രസ്സിന്റെ തൊട്ടടുത്ത അഡ്രസ് അല്ലെങ്കിൽ അടുത്ത മെമ്മറി അഡ്രസ് അറിയണമെങ്കിൽ പോയിന്റർ നമ്മൾക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററും അതേപോലെ തന്നെ ഡിക്രിമെന്റ് ഓപ്പറേറ്ററും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് നെക്സ്റ്റ് മെമ്മറി അഡ്രസ്, അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത മെമ്മറിയുടെ അഡ്രസ്സിന്റെ തൊട്ടടുത്ത മെമ്മറി ഏതാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മെമ്മറി മാനിപ്പുലേഷന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ബേസിക് പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് മെയിൻ ഫംഗ്ഷനുള്ളിൽ രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഒന്ന് എ എന്നുള്ള ജനറൽ വേരിയബിൾ, രണ്ടാമത്തേത് പോയിന്റർ പി. സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എന്റർ എ നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതും നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അടുത്തതായി എ എന്ന വേരിയബിളിന്റെ അഡ്രസ് പി എന്ന ഈ പോയിന്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ വാല്യൂ ഇൻ വേരിയബിൾ എ അല്ലെങ്കിൽ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതിനായി ഇവിടെ ഈ മെസ്സേജ് നൽകിയതിനു ശേഷം %d നൽകുന്നു, എ നൽകുന്നു. അതേപോലെ തന്നെ അഡ്രസ് ഓഫ് വേരിയബിൾ എ ഈക്വൽ ടു %u ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പോയിന്റർ വേരിയബിൾ നൽകിയിരിക്കുന്നു, അതായത് എയുടെ അഡ്രസ് പ്രിന്റ് ചെയ്യുന്നതാണ്. എന്നാൽ എ കഴിഞ്ഞ് തൊട്ടടുത്ത മെമ്മറി അഡ്രസ് കാണണമെങ്കിൽ p ഈക്വൽ ടു p+1 അല്ലെങ്കിൽ p++ എന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് എ കഴിഞ്ഞ ഏത് മെമ്മറിയാണ് ഉള്ളത് ആ മെമ്മറിയുടെ വാല്യൂ അല്ലെങ്കിൽ ആ മെമ്മറിയുടെ അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇവിടെ നെക്സ്റ്റ് മെമ്മറി അഡ്രസ് ഓഫ് എ എന്ന മെസ്സേജ് നൽകിയതിനു ശേഷം പിയുടെ അപ്പോഴത്തെ വാല്യൂ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ കാണിക്കുന്നു. ഈ പ്രോഗ്രാം നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് കാണിക്കുന്നു. ഞാൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതാ വാല്യൂ ഇൻ വേരിയബിൾ എ ഈക്വൽ ടു ആ നമ്പർ കാണിക്കുന്നതായി കാണാം. അഡ്രസ് ഓഫ് വേരിയബിൾ എ ഈക്വൽ ടു അതിന്റെ അഡ്രസ് കാണിക്കുന്നു. അടുത്ത നെക്സ്റ്റ് മെമ്മറി അഡ്രസ് ഓഫ് എ ഈക്വൽ ടു ഇവിടെ അടുത്ത മെമ്മറി അഡ്രസ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ പിയുടെ വാല്യൂ ഒരു പ്രാവശ്യം മാത്രമേ ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മെമ്മറിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം മെമ്മറി അഡ്രസ് ഇതേ രീതിയിൽ വ്യത്യസ്തമായി പ്രിന്റ് ചെയ്യുന്നതായി കാണാം. അതായത് p ഈക്വൽ ടു p+1 എന്ന് നമ്മൾ പറയുമ്പോഴും അടുത്ത മെമ്മറി അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എ കഴിഞ്ഞുള്ള അടുത്ത മെമ്മറി അഡ്രസ് ഏതാണോ അല്ലെങ്കിൽ അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒരു മെമ്മറി അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റർ വേരിയബിളിലേക്ക് നമുക്ക് ഇൻക്രിമെന്റ് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഓപ്പറേറ്ററോ ഉപയോഗിച്ച് തൊട്ട് മുന്നിലുള്ള മെമ്മറിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള മെമ്മറിയോ ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഒരു വേരിയബിളിലേക്ക് ഒരു നമ്പർ എൻ്റർ ചെയ്യുകയും അതിനെ പോയിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് എ എന്ന ഒരു ജനറൽ വേരിയബിളും പോയിന്റർ പി എന്ന പോയിന്റർ വേരിയബിളും. ഇനി സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എയുടെ അഡ്രസ് പി എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി പ്രിന്റ്എഫിനുള്ളിൽ വേരിയബിൾ വാല്യൂ ബൈ യൂസിങ് പോയിന്റർ എന്ന മെസ്സേജ് നൽകിയതിനു ശേഷം ഈക്വൽ ടു %d നൽകി ഇവിടെ പോയിന്റർ പി എന്ന് നൽകുന്നു. ഇതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ നമുക്ക് എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എ തന്നെ പ്രിന്റ് ചെയ്യാം. എന്നാൽ അതിനെ പോയിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിന്റർ പി എന്ന് നൽകിയാൽ മതിയാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പി എന്ന വാല്യൂ അല്ലെങ്കിൽ പി എന്ന വേരിയബിൾ മാത്രമാണ് നൽകുന്നതെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് അഡ്രസ് ആയിരിക്കും. അതേപോലെ തന്നെ അഡ്രസ് പ്രിന്റ് ചെയ്യാനുള്ള കൺവേർഷൻ സ്പെസിഫയർ %u ആണ്. എന്നാൽ ഇവിടെ പോയിന്റർ പിയും %d നൽകിയാൽ പോയിന്റർ എന്തിനെ പോയിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് മെമ്മറിയെ പോയിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് മെമ്മറിയുടെ അഡ്രസ് ആണ് പോയിന്ററിൽ ഉള്ളത് ആ പോയിന്റ് ചെയ്യുന്ന മെമ്മറിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതാണ്. അതായത് എയിലെ വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് ചോദിക്കുന്നു. ഞാൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുമ്പോൾ ആ പോയിന്റർ ഉപയോഗിച്ച് ആ വേരിയബിളിലെ അല്ലെങ്കിൽ പോയിന്റ് നിൽക്കുന്നിടത്ത് വാല്യൂ പ്രിന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പോയിന്റിന് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒരു മെമ്മറിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പോയിന്റ് നിൽക്കുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാനും പോയിന്റർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മെമ്മറി പ്രിന്റ് ചെയ്യാനും ഉപയോഗിക്കാം. മെമ്മറി പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത് പോയിന്റർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അസ്ട്രിക് സിമ്പിൾ ചേർക്കണമെന്നില്ല. പോയിന്റർ വേരിയബിൾ മാത്രം മതിയാവും. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന കൺവേർഷൻ സ്പെസിഫയർ %u ആണ്. എന്നാൽ പോയിന്റർ ഓപ്പറേറ്ററും വേരിയബിളും കൂടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്രിന്റ്എഫിനകത്ത് ഇതേ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ കൺവേർഷൻ സ്പെസിഫയർ മറ്റുള്ള കൺവേർഷൻ സ്പെസിഫയർ %f %d തുടങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ആ മെമ്മറിയുടെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിന്റ് ചെയ്തിരിക്കുന്നിടത്ത് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ മറ്റൊരു പ്രോഗ്രാം നൽകിയിരിക്കുകയാണ്. അതായത് ഒരു വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വേരിയബിളിന്റെ അഡ്രസ്സും ഒരേ പ്രോഗ്രാമിൽ തന്നെ പ്രിന്റ് ചെയ്യുകയാണ്. ഇതിനെ ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് n എന്ന് പറയുന്ന ഒരു ജനറൽ വേരിയബിൾ, അതേപോലെ തന്നെ പോയിന്റർ pt എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ. ഇനി എന്റർ എ നമ്പർ എന്ന മെസ്സേജ് നൽകി എൻ്റർ ചെയ്യുന്ന നമ്പർ n എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. n ന്റെ അഡ്രസ് pt എന്ന ഈ വേരിയബിളിലേക്ക് അല്ലെങ്കിൽ പോയിന്റർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ n ന്റെ അഡ്രസ് ആണ് നമ്മൾക്ക് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ പ്രിന്റ്എഫിനുള്ളിൽ അഡ്രസ് ഓഫ് വേരിയബിൾ ഈക്വൽ ടു %u എന്ന കൺവേർഷൻ സ്പെസിഫയർ ഉപയോഗിക്കുന്നു. ഒപ്പം കോമ നൽകി pt എന്ന പോയിന്റർ വേരിയബിൾ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ് അല്ലെങ്കിൽ pt എന്ന ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന n ന്റെ അഡ്രസ് %u പ്രിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ വാല്യൂ ഓഫ് വേരിയബിൾ ഈക്വൽ ടു %d കോമ പോയിന്റർ pt എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ എന്നിനകത്ത് അല്ലെങ്കിൽ എന്നിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ %d പ്രിന്റ് ചെയ്യുന്നത്. പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എൻ്റർ എ നമ്പർ എന്ന മെസ്സേജ് ചോദിച്ചിരിക്കുകയാണ്. നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇത് അഡ്രസ് ഓഫ് വേരിയബിൾ നമ്മൾ pt അല്ലെങ്കിൽ പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ച് അഡ്രസ് പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ പോയിന്റർ ഓപ്പറേറ്റർ സിമ്പലും വേരിയബിൾ നെയിമും ഉപയോഗിച്ച് %d കൺവേർഷൻ സ്പെസിഫയർ ഉപയോഗിച്ച് ആ വേരിയബിളിലെ അല്ലെങ്കിൽ പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അടുത്തതായി പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് രണ്ട് നമ്പറിന്റെ അഡീഷൻ ഫൈൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. സാധാരണയായി മറ്റുള്ള വേരിയബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ പോയിന്ററിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇതിനെ ഞാൻ രണ്ട് നമ്പർ വേരിയബിൾ അല്ലെങ്കിൽ ഇന്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്പർ 1, നമ്പർ 2. പോയിന്ററിലേക്ക് അതിന്റെ അഡീഷൻ സ്റ്റോർ ചെയ്യുന്നതിനായി അല്ലെങ്കിൽ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി 3 പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് പോയിന്റർ p1, പോയിന്റർ p2, പോയിന്റർ p3. സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം എന്റർ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്ത് കീബോർഡിൽ നിന്നും സ്കാൻഎഫ് വഴി നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്പർ 1 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്റർ സെക്കൻഡ് നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്പർ 2 എന്ന ഈ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മൾക്ക് ആവശ്യം നമ്പർ 1 എന്ന ഈ സാധാരണ വേരിയബിളിന്റെ അഡ്രസ് p1 എന്ന വേരിയബിളിലേക്കും അല്ലെങ്കിൽ പോയിന്റർ വേരിയബിളിലേക്കും നമ്പർ 2 എന്ന ഈ വേരിയബിളിന്റെ അഡ്രസ് p2 എന്ന പോയിന്റർ വേരിയബിളിലേക്കുമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതിനാൽ ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. അതായത് p1 ഈക്വൽ ടു ആൻഡ് നമ്പർ 1. നമ്പർ 1 എന്ന വേരിയബിളിന്റെ അഡ്രസ് p1ലേക്കും അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്പർ 2 എന്ന വേരിയബിളിന്റെ അഡ്രസ് p2 എന്ന ഈ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തതായി പോയിന്റർ p1 പ്ലസ് പോയിന്റർ p2. ഇവിടെ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുകയുണ്ടായി എവിടെയാണോ പോയിന്റർ ഓപ്പറേറ്ററിന്റെ കൂടെ പോയിന്റർ സിമ്പൽ ഉപയോഗിക്കുന്നത് അവിടെ അത് എന്തിനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നോ ആ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ പോയിന്റർ p1 എന്ന് നൽകിയതിനാൽ നമ്പർ 1 എന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ p1 എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്പർ 1 എന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും. എന്നാൽ ഇവിടെ p1ന്റെ വാല്യൂ p2ന്റെ വാല്യൂ അതായത് നമ്പർ 2ന്റെ വാല്യൂ ആഡ് ചെയ്ത് മറ്റൊരു പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. രണ്ട് പോയിന്റർ വേരിയബിൾ അല്ലെങ്കിൽ പോയിന്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആഡ് ചെയ്ത് മറ്റൊരു പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതും ഒരു പോയിന്റർ വേരിയബിൾ തന്നെ ആയിരിക്കണം. ഇവിടെ p3 എന്ന ഈ വേരിയബിളിലേക്ക് നമ്മുടെ റിസൾട്ടിനെ അതായത് അഡീഷനെ സ്റ്റോർ ചെയ്തതിനു ശേഷം ഇത് പ്രിന്റ് ചെയ്യുകയാണ്. അതായത് റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇതിനാൽ ഇവിടെ അഡീഷൻ ഈക്വൽ ടു %d പോയിന്റർ p3 എന്ന് നൽകിയിരിക്കുന്നു. അതായത് p3യുടെ വാല്യൂ അതായത് റിസൾട്ട് %d എന്ന ഈ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്യാം. ഇതിനായി ഞാൻ ഇതിനെ റൺ ചെയ്യുകയാണ്. ഇതാ എന്റെ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് നൽകിയിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് നമ്പറിനെ നമ്പർ 1 എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. സെക്കൻഡ് നമ്പറിനെ നമ്പർ 2 എന്ന വേരിയബിൾ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് കാണും. അതിനുശേഷം അഡീഷൻ പോയിന്റർ ഉപയോഗിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ പോയിന്റർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പോയിന്റർ വേരിയബിൾ ഉപയോഗിച്ച് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ അരിത്തമാറ്റിക് മാനിപ്പുലേഷനും ചെയ്യാൻ സാധിക്കുന്നതാണ്.